ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രേസി PSC ലേണേഴ്സ്. ഈ വീഡിയോയിൽ പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 5967X13. ഈ നമ്പറിനെ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ സ്റ്റാറിൻ്റെ വിലയെന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്കറിയാം, ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 33. ഈ 33നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറുകളുടെ തുക, അതായത് 3 + 3 6, ഇതിനെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതാണ് 3ൻ്റെ ഒരു നമ്പർ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം. വേറൊരു നമ്പർ എടുത്താൽ 36 ആണെങ്കിൽ 6 3 9. അങ്ങനെ ഏത് നമ്പർ എടുത്താലും ഈ രണ്ട് തുകകൾ എപ്പോഴും 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ നമ്പറിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ? 5 + 9 + 6 + 7 + x + 1 + 3. ഇത് മൊത്തം കൂട്ടിയിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഇവിടെ നമുക്ക് കിട്ടുക 5 9 6 7 1 3. ഇതിനെ പ്ലസ് ചെയ്യുക. ടോട്ടലായിട്ട് വരിക 31 പ്ലസ് ഒരു എച്ച് ഉണ്ട്. ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. നമ്മൾക്കറിയാം 31നെ ഹരിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് 1 31 + 1 എന്ന് പറയുമ്പോൾ 32. 32നെയും ഹരിക്കാൻ പറ്റില്ല. പിന്നെ ഓപ്ഷൻ 2 തന്നിട്ടുണ്ട്. 31 + 2 എന്ന് പറയുമ്പോൾ 33 വരുന്നത്. 33നെ കറക്റ്റായിട്ട് 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്കറിയാം 2 എന്ന വില എച്ചിന് വന്നെങ്കിൽ മാത്രമേ ഇവിടെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. ഇനി 3 ആണെങ്കിലോ? 3 ആണെങ്കിൽ 31 + 3 34 വരും. 34 3നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അതും ശരിയാവില്ല. ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ 3ൻ്റെ ഹരണമാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ നമ്പേഴ്സ് എല്ലാം ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നമ്പേഴ്സും പ്ലസ് ചെയ്ത് നോക്കുക. ഇതുപോലെ സ്റ്റാറോ എക്സോ എന്തെങ്കിലും തന്നിട്ടുണ്ടാവും. ആ ഒരു എച്ചിൻ്റെ വില എന്താണ് എന്ന് അതായിരിക്കും, ആ ഒരു പ്രത്യേക ഒരു വേരിയബിളായിരിക്കും നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മൾ എല്ലാം പ്ലസ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് 31 എന്നാണ് കിട്ടിയത്. 31 + എച്ചിന് ഏത് വില വരുമ്പോഴാണ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുക എന്ന് നോക്കുക. ഇവിടെ 2 വരുമ്പോഴാണ് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. അത് ഓപ്ഷനിൽ നിന്ന് തന്നെ നമ്മൾ നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ആൻസർ 33 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക 22 x + 5 ആയാൽ എക്സിൻ്റെ വിലയെന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ, അതായത് 1 + 2 + എക്സെട്ര + 5 വരെ, അതിൻ്റെ ക്യൂബുകളുടെ തുക, ക്യൂബിൻ്റെ തുകയാണ് 22 x + 5. ഈ എച്ചിൻ്റെ വില എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. ഫോർമുല ഇതാണ്: 1 ക്യൂബ് + 2 ക്യൂബ് + എക്സെട്ര + n ക്യൂബ് വരെയാണെങ്കിൽ n × n + 1/2 ഹോൾ സ്ക്വയർ ആണ് വരിക. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഫോർമുല: 1 ക്യൂബ് + 2 ക്യൂബ് + എക്സെട്ര + n ക്യൂബ്. n എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് n × n + 1/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം n ൻ്റെ സ്ഥാനത്ത് 5 എന്നാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ 5 എന്നിന് 5 എന്ന് വില കൊടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 22 എച്ച് പ്ലസ് 5 ആണ്. 5 ഇൻറ്റു 5 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 22 എച്ച് പ്ലസ് 5. ഇവിടെ 2 6 വെട്ടിക്കളയുമ്പോൾ 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ സമം 22 എച്ച് പ്ലസ് 5. 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. സമം 22 എച്ച് പ്ലസ് 5. നമ്മളോട് ഈ എച്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഇപ്പുറത്തോട്ട് വരണം. ആദ്യം നമ്മൾ ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 225 മൈനസ് 5 സമം 22 എച്ച്. 22 എച്ച് എന്ന് പറഞ്ഞാൽ 225 മൈനസ് 5 എന്ന് പറയുമ്പോൾ 220. എച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻറ്റു എച്ച്, 22 ഇൻറ്റു എച്ച് ആണ്. ഇപ്പുറത്ത് വരുമ്പോൾ ബൈ ആവും. 220/22. 22 220 വെട്ടിക്കളയുമ്പോൾ നമുക്കറിയാം 10 എന്ന് കിട്ടും. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 10 ആണ്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ഫോമുല അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതുള്ളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. ആയാൽ ഈ എച്ചിൻ്റെ വില എത്രയാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോമുല അറിയാം. n വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്നാണ്. ഇത് മുൻപ് ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് വരുന്നത് 5 എന്നാണ്. 5 ഇൻറ്റു 5 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 5 എന്നിട്ട് കൊടുത്താൽ ഇത് കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അത് തന്നെ ഇവിടെ എടുത്തെഴുതുക. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് ഈ എച്ചിൻ്റെ വില കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് എച്ചിൻ്റെ വില 10 എന്നാണ് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4×11 7×5 ഇൻറ്റു 11×2. ഇതിന് ആകെ എത്ര അഭാജ്യ ഘടകങ്ങളുണ്ട്? 18, 29, 13 അങ്ങനെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അഭാജ്യ ഘടകങ്ങൾ. അഭാജ്യം എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം. പ്രൈം നമ്പേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഈ 10 വരെ ഉള്ളതിൽ പ്രൈം നമ്പർ കണ്ടുപിടിക്കാനായി 2 അവിടെ നിർത്തുക. 2ൻ്റെ ഗുണിതങ്ങളെല്ലാം വെട്ടിക്കളയുക. 2ൻ്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 2 അവിടെ നിർത്തുക. 1 × 2 2, അത് വേണ്ട. 2 × 2 4, 3 × 2 6, 4 × 2 8, 5 × 2 10. ഇനി 3ൻ്റെ ഗുണിതങ്ങൾ വെട്ടിക്കളയുക. 3ൻ്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 1 × 3 3, അത് വെട്ടരുത്. 2 × 3 6, 3 × 3 9. ഇനി 5ൻ്റെ ഗുണിതം, 1 × 5 5, അതവിടെ നിർത്തുക. 2 × 5 10. അതുപോലെ 7. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 2, 3, 5, 7 ഇത്രയുമാണ് വരുന്നത്. ഇതിൽ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ് 4, 7, 11. നമ്മൾക്കറിയാം 4 എന്ന് പറയുമ്പോൾ അഭാജ്യ സംഖ്യയല്ല, 2 അഭാജ്യ സംഖ്യ. അപ്പോൾ 4×11 എന്ന് പറയുന്നത്, 4 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം 2ൻ്റെ സ്ക്വയറാണ്. ഈ 4നെ നമ്മളങ്ങനെ മാറ്റി എഴുതണം. 4 എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറാണ്. 2ൻ്റെ സ്ക്വയർ ഘാതം 11. ഇതാണ് 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പവറുകൾ തമ്മിൽ നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം.
2 × 11 എന്ന് പറയുമ്പോൾ 22 എന്ന് കിട്ടും. അപ്പോൾ ഇതിന് ബാക്കിയെല്ലാം പ്രൈം നമ്പേഴ്സാണ്. 4 മാത്രമേ ഇതിൽ പ്രൈം അല്ലാത്തതുള്ളൂ, അഭാജ്യ സംഖ്യ അല്ലാത്തതേ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾക്കറിയാം 2 എന്ന് എഴുതാം ആദ്യത്തേതിന് പകരം, 4 × 11 പകരം. അടുത്തത് 7 × 5 × 11 × 2. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ഘടകങ്ങളുണ്ട് എന്നാണ്. എത്ര ഘടകങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്ര ഘടകങ്ങൾ? 22 എണ്ണമുണ്ട്, 7 5 എണ്ണമുണ്ട്, 11 2 എണ്ണമുണ്ട്. അപ്പോൾ നമ്മൾ ആകെ എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ 22 + 5 + 2 ടോട്ടൽ വരുന്നത് 29 എന്നാണ്. ആൻസർ വരിക ബി ആണ്. ഇതുപോലുള്ള മറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.